വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ്, അധ്യായം 16. കാളിയനെ ഭഗവാൻ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 1 മുതൽ 8 വരെ. ടെക്സ്റ്റ് 1. ശ്രീശുകോവാച വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണാം കൃഷ്ണാഹിനാ വിഭോ തസ്യ വിശുദ്ധിം അന്വിച്ഛൻ സർപ്പം താം ഉദവാസയ. ശ്രീശുകോവാച വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണാഹിനാ വിഭോ തസ്യ വിശുദ്ധിമന്വിച്ഛൻ സർപ്പം താം ഉദവാസയൻ. ശ്രീശുകോവാച വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണാഹിനാ വിഭോ തസ്യ വിശുദ്ധിമന്വിച്ഛൻ സർപ്പാ താം ഉദാവസായ. ഹരേ കൃഷ്ണ. ശ്രീശുക ഉവാച വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണാഹിനാ വിഭോ തസ്യ വിശുദ്ധിമന്വിച്ഛൻ സർപ്പം തമുദാവസയാൽ. പദാനുപദാർത്ഥം. ശ്രീശുക ഉവാച, ശ്രീ സുഗമുനി അരുളി ചെയ്തു, വിലോക്യ കണ്ടിട്ട്, ദൂഷിതാം ദുഷിക്കപ്പെട്ട, കൃഷ്ണാം കാളിന്തി നദി, കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ, കൃഷ്ണാഹീന കറുത്ത സർപ്പത്താൽ, വിഭു പരമശക്തനായ ഭഗവാൻ, തസ്യ അതിന്റെ നദിയുടെ, വിശുദ്ധി ശുദ്ധീകരിക്കൽ, അന്വിച്ചൻ ആഗ്രഹിച്ച്, സർപ്പം തം ആ ഉദവാസയത് പറഞ്ഞയച്ചു, പുറത്തേക്ക് പറഞ്ഞയച്ചു. വിവർത്തനശീല അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. സുഖദേവ ഗോസ്വാമി അരുളി ചെയ്തു, കാളിയ സർപ്പത്താൽ ദൂഷിപ്പിക്കപ്പെട്ട യമുന നദിയെ കണ്ടിട്ട് പരമദിവ്യാത്മ പുരുഷനായ ശ്രീ കൃഷ്ണ ഭഗവാൻ അതിനെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുകയും കാളിയനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 2. ശ്രീരാജോവാച കഥം അന്തർജലേ അഗാധേ നഗൃഹാത് ഭഗവാൻ അഹിം സവൈ ബഹുയുഗാവാസം യഥാസിദ് വിപ്രകഥ്യതാം. ശ്രീരാജോവാച കഥം അന്തർജലേ അഗാധേ നഗൃഹാത് ഭഗവാൻ അഹിം സവൈ ബഹുയുഗാവാസം യഥാസിദ് വിപ്രകഥ്യതാം. ശ്രീരാജോവാച കഥം അന്തർജലേ അഗാധേ നഗൃഹാത് ഭഗവാൻ അഹിം സവൈ ബഹുയുഗാവാസം യഥാസിദ് വിപ്രകഥ്യതാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ ബുക്ക് എടുത്തിട്ടില്ല കേട്ടോ, ബാംഗ്ലൂരാ. അതെ, തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ക്ലാസ് എടുക്കും, പക്ഷെ ഇന്ന് വന്നിട്ടില്ല, ഇന്ന് വരുന്നില്ല. ഞാൻ ക്ലാസ് എടുക്കും. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഉണ്ട് എന്റെ കയ്യില്. രമണിമാജി മ്യൂട്ടാണോ? ജയശ്രീമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥം അന്തർജലേ ഗാധേ നിഗൃണാത് ഭഗവാനഹിം സവൈ ബ്രഹ്മയുഗാവാസം യഥാസീത് വിപ്രകഥ്യതാം. പദാനുപദാർത്ഥം. ശ്രീരാജ ഉവാച, പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, കഥം എങ്ങനെ, അന്തർജലേ ജലത്തിനുള്ളിൽ, അഗാധേ ആഴത്തിൽ, നിഗൃണാത് കീഴടക്കി, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ, അഹിം സർപ്പം, സഹ അവൻ, കാളിയൻ, വൈ നിശ്ചയം, ബഹുയുഗ അനേക യുഗങ്ങളായി, ആവാസം താമസം, യഥാ എങ്ങനെ, ആസീദ് ഭവിച്ചു, വിപ്ര അല്ലയോ പണ്ഡിതനായ ബ്രാഹ്മണ, കഥ്യതാം വിസ്തരിക്കണമേ. വിവർത്തനം. പരീക്ഷിത് മഹാരാജാവ് അന്വേഷിച്ചു, അല്ലയോ പണ്ഡിതനായ മുനെ, യമുന നദിയിലെ ആഴമേറിയ ജലത്തിൽ വെച്ച് എങ്ങനെയാണ് പരമദിവ്യോത്തമ പുരുഷൻ കാളിയനെ ശിക്ഷിച്ചത് എന്നും എങ്ങനെയാണ് അവിടെ കാളിയൻ യുഗങ്ങളായി വസിച്ചു പോന്നതെന്നും ദയവായി പറഞ്ഞു തന്നാലും. ഭ്രമൻ ഭഗവതസ്തസ്യ ഭൂമ്നാ സ്വച്ഛന്ദവർത്തിനാ ഗോപാലോ
ഗോപാലോദരച്ചരിതം കസ്തൃപ്യേതാമൃതം ജുഷൻ ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമ്നാ സ്വച്ഛന്ദവർത്തിനാം ഗോപാലോദരച്ചരിതം കസ്തുപ്യേതാമൃതം ജുഷൻ ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമ്നാ സ്വച്ഛന്ദവർത്തിനഃ ഗോപാലോദരച്ചരിതം കസ്തുപ്യേതാമൃതം ജുഷൻ. രമണിമാജി. പ്രഭു പദാനുപദാർത്ഥം ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ ഭഗവതഃ ഭഗവാന്റെ പരമദിവ്യതമോപദേശൻ തസ്യ അദ്ദേഹത്തിന്റെ ഭൂമ്യഃ അമേയനായ സ്വച്ഛന്ദവർത്തിനഃ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവൻ ഗോപബാലനായി ഉദാര മഹാമനസ്കത ചരിതം പ്രവൃത്തികൾ അഥവാ ലീലകൾ സഹ ആര് തൃപ്തനാകും അമൃതം അത്തരം പീയൂഷം ജുഷൻ അനുഭവിച്ചിട്ട് വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കീഴായി. അല്ലയോ ബ്രാഹ്മണ, അമേയനായ പരമദിവ്യത്വം പുരുഷൻ തന്റെ ഇച്ഛയ്ക്കൊത്ത് സ്വതന്ത്രനായി പ്രവർത്തിക്കുന്നു. വൃന്ദാവനത്തിൽ ഗോപബാലന്റെ രൂപത്തിൽ അദ്ദേഹം നടത്തിയ ശ്രേഷ്ഠ ലീലകളുടെ ചരിതമാകുന്ന അമൃതം ആസ്വദിച്ച് മതി വരാറുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 4. ശ്രീ ശുഗോവാച കാളിന്ദ്യാം കാളിയാസ്യാസി ഹൃദ കശ്ചിത് വിഷാഗ്നിനാം ശ്രവ്യമാണവയാ യസ്മിൻ പതന്തി ഉപരിഗാഖഗാ. ശ്രീശുഗോവാച കാളിന്ദ്യാം കാളിയസ്യാസി ഹൃദ കശ്ചിത് വിഷാഗ്നിനാം ശ്രവ്യമാണാപ്യസ്മിൻ പതന്തി ഉഗ്രഗാഖഗാ. ശ്രീശുഗോവാച കാളിന്ദ്യാം കാളിയാസ്യാസി ഹൃദ കശ്ചിത് വിഷാഗ്നിനാം ശ്രവ്യമാണായ യസ്മിൻ പതന്തി ഉപരിഗാഖഗാ. ഗീതമാജി. ഹരേ കൃഷ്ണ. ശ്രീ ശുഗ ഉവാച കാളിന്ദ്യാം കാളിയസ്യാസീത് ഹൃദ കശ്ചിത് വിഷാഗ്നിന ശ്രപ്യമാണാപയാ യസ്മിൻ പതന്തി ഉപരിഗാഖഗ. ശ്രീ ശുഗ ഉവാച ശ്രീ ശുഗ മഹർഷി പറഞ്ഞു, കാളിന്ദ്യാം യമുനാ നദിയിൽ കാളിയ സർപ്പത്തിന്റെ ആസീത് ഉണ്ടായിരുന്നു. ഹൃദ കയത്തിൽ കശ്ചിത് ഒരു വിഷ അഗ്നിന വിഷത്തിന്റെ കൊടും തീയാൽ ശ്രപ്യമാണ ചുട്ടുതിളയ്ക്കുന്ന പയ അതിന്റെ ജലത്തിൽ യസ്മിൻ യാതൊന്നിൽ പതന്തി വീഴുന്നു ഉപരിക മേലെ പറക്കുന്ന ഖഗ പക്ഷികൾ. വിവർത്തനം. ശ്രീ ശുഗദേവ മഹർഷി പറഞ്ഞു, കാളിന്തി യമുനാ നദിക്കുള്ളിൽ കാളിയൻ എന്ന സർപ്പം വസിക്കുന്ന ഒരു കയം ഉണ്ടായിരുന്നു. അവന്റെ ഘോരവിഷം അവിടുത്തെ ജലത്തെ സദാ ചുട്ടു തിളപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അതിൽ നിന്നുയരുന്ന നീരാവിയിൽ കലർന്ന വിഷം കൊണ്ട് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ ആ കയത്തിലേക്ക് പതിക്കുമായിരുന്നു. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. കാളിയൻ വസിക്കുന്ന ഹൃദം യമുനയുടെ പ്രധാന പ്രവാഹത്തിൽ നിന്ന് അല്പം വിട്ടുമാറിയിട്ടായിരുന്നു എന്നാണ് ഇത്തരുണത്തിൽ ആചാര്യന്മാർ വിവരിക്കുന്നത്. അല്ലെങ്കിൽ മധുരയിലും മറ്റനേകം ദൂരസ്ഥലങ്ങളിലും യമുനാ ജലം വിഷലിപ്തമാകുമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 5. വിപൃഷ്മതാം വിശദോർമി മരുദേനാഭിമർഷിതഃ മ്രിയന്തേ തീരഗായസ്യ പ്രാണിനാ സ്ഥിരജംഗമാ. വിപൃഷ്മതാ വിശദോർമി മാരുതേനാഭിമർഷിതാഃ മ്രിയന്തേ തീരഗായസ്യ പ്രാണിനാ സ്ഥിരജംഗമാ. വിപൃഷ്മാദാ വിഷാദോർമി മാരുതേന അഭിമർഷിതാ മ്രിയന്തേ തീരഗായസ്യ പ്രാണിനാ സ്ഥിരജംഗമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപൃഷ്മദാ വിഷദോർമി മാരുതേനാഭിമർഷിതാ മ്രിയന്തേ തീരഗായസ്യ പ്രാണിന സ്ഥിരജംഗമാ.
പ്രധാന പദാർത്ഥം. വിപൃഷ്മത ജലഗണങ്ങളെ വഹിക്കുന്ന. വിഷത വിഷമയമായ. ഊർമി തിരമാല. മാരുതേന കാറ്റിനാൽ. അഭിമർശിത സ്പർശിക്കപ്പെട്ടിട്ടും. മ്രിയന്തെ മരിക്കും. തീരക തീരത്തുള്ള. യസ്യ ഏതൊരു. പ്രാണിന എല്ലാ ജീവജാലങ്ങളും. സ്ഥിരജംഗമ ആചരങ്ങളും ചരങ്ങളുമായ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ആ ഭയങ്കരമായ കയത്തിൽ നിന്ന് വിഷമയമായ ജലഗണങ്ങളെ വഹിച്ചുകൊണ്ട് തീരത്തേക്ക് വീശിയ കാറ്റിലേൽക്കുക മൂലം സസ്യങ്ങളും ജീവജാലങ്ങളും ജീവൻ പിടിക്കും. ഭാവാർത്ഥം ശ്രീല അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് മഹാരാജ് കി ജയ്. വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന പലതരം ചലിക്കാത്ത സസ്യജാലങ്ങളെയാണ് സ്ഥിര എന്ന വാക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ജംഗമ എന്ന വാക്കുകൊണ്ട് മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, പ്രാണികൾ എന്നിവയും സൂചിതമാകുന്നു. ശ്രീല ശ്രീധരസ്വാമി ശ്രീ ഹരിവംശ വിഷ്ണു പർവം 11.42, 44, 46 നിന്ന് ഈ കയത്തിന്റെ മറ്റൊരു വർണ്ണന കൂടി ഉദ്ധരിക്കുന്നുണ്ട്. ദീർഘം യോജന വിസ്താരം ദുസ്തരം ത്രിദശൈരഭി ഗംഭീരം അക്ഷോഭ്യജലം നിഷ്കമ്പം നിവസാഗരം ദുഃഖോപസർപ്പം തീരേഷു സസർപ്പൈ വിപുലൈ വിപുലൈ വിഷാരണി ഭവസ്യാഗ്നൈ ധൂമേന പരിവേഷിതം തൃണേഷ്വപി പദസ്വപ്ഷു ജലന്തം ഇവ തേജസ സമന്തായോജനം സാഗരം തീരേഷ്വപി ദുരാസദം. ആ ഹൃദം തികച്ചും വിസ്താരമാർന്നതായിരുന്നു. ചിലയിടത്ത് 8 നാഴികയോളം വീതിയുള്ള അതിനെ ദേവന്മാർക്ക് കൂടി കടക്കാനായിരുന്നില്ല. ആഴമേറിയ ആ ഹൃദയത്തിലെ ജലം സമുദ്രാന്തർഭാഗങ്ങളിൽ എന്ന പോലെ അക്ഷോഭ്യമായിരുന്നു. അതിനെ സമീപിക്കുന്നത് പ്രയാസമാകുന്ന വിധത്തിൽ കരയിൽ നിറയെ സർപ്പങ്ങൾ വസിക്കുന്ന മാളങ്ങൾ ഉണ്ടായിരുന്നു. കയത്തിന് ചുറ്റും സർപ്പങ്ങൾ വമിക്കുന്ന വിഷാഗ്നിയാൽ നിന്നുള്ള പുക തങ്ങി നിന്നു. ഈ അഗ്നിയിൽ വീഴാനിട വന്ന പുൽനാമ്പുകളൊക്കെ കരിഞ്ഞ് വീണു. കയത്തിൽ നിന്ന് 8 നാഴികയോളം ദൂരത്തിൽ വരെ അന്തരീക്ഷം കലുഷിതമായിരുന്നു. ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ ഉണ്ടാക്കുന്ന നിഗൂഢ ശാസ്ത്രമായ ജലസ്തംഭം ഉപയോഗിച്ച് കാളിയൻ തടാകത്തിനുള്ളിൽ സ്വന്തമായി ഒരു നഗരം നിർമ്മിച്ചിരുന്നു എന്ന് ശ്രീല സനാതന ഗോസ്വാമി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 6. തം ചണ്ഡവേഗവിഷം വീര്യം അപേക്ഷതേനാം ദുഷ്ടാം നദീം ച ഖല സംയമനാവതാരാം കൃഷ്ണ കടംബം അതിരൂഹ്യ തതോ അതിതുംഗം ആസ്ഫോട്യ ഗാഢരസനോ നിപതത് വിശോദേ. തം ചണ്ഡവേഗവിഷവീര്യം അപേക്ഷതേനാം ദുഷ്ടാം നദീം ച ഖല സംയമനാവതാരാം കൃഷ്ണ കടംബ അതിരൂഹ്യ തതോ അതിതുംഗം ആസ്ഫോട്യ ഗാഢരസനോ നിപതത് വിശോദേ. തം ചണ്ഡവേഗവിഷവീര്യം ആവേക്ഷതേനാം ദുഷ്ടാം നദീം ച ഖല സംയമനാവതാരാം കൃഷ്ണ കദംബം അതിരൂഹ്യ തതോ അതിതുംഗം ആസ്ഫോട്യ ഗാഢരസനോ നിപതത് വിശോദേ. ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. തം ചണ്ഡവേഗ വിഷവീര്യമവേക്ഷ്യ തേന ദുഷ്ടാം നദീം ച ഖല സംയമനാവതാര കൃഷ്ണ കദംബമധിരുഹ്യ തതോദിതുംഗം ആസ്ഫോട്യ ഗാഢരസനാ നിപതത് വിഷാദേ. പദാനുപദാർത്ഥം. തം അവനെയും കാളിയനെ ചണ്ഡവേഗ ഭീകരശക്തിയുള്ള വീര്യമുള്ള വിഷം അവേക്ഷ്യ കണ്ടിട്ട് തേന അവനാൽ ദുഷ്ടാം ദുഷിച്ചിരിക്കുന്ന നദീം ച നദിയെയും ഖലഹ ദുഷ്ടന്മാരായ അസുരന്മാർ സംയമന കീഴടക്കാൻ അവതാര ആത്മീയ ലോകത്തിൽ നിന്നും വന്ന് അവതരിച്ച്
കൃഷ്ണ ശ്രീകൃഷ്ണൻ കദംബം കടമ്പുമരം അധിരുഹ്യ കയറിയിട്ട് തതഹ അതിൽ നിന്ന് അതിതുങ്കം അധികം ഉയരമുള്ള ആസ്ഫോട്യ കൈ കൊട്ടിക്കൊണ്ട് ഗാഠരശനഃ അരമുറുക്കി കെട്ടി ന്യപതത് അദ്ദേഹം ചാടി വിഷ ഉദേ വിഷജലത്തിൽ. വിവർത്തനം: യമുനാ നദിയെ കാളിയ സർപ്പം മാരക വിഷത്താൽ എങ്ങനെ മലിനമാക്കിയിരിക്കുന്നുവെന്ന് കൃഷ്ണ ഭഗവാൻ കണ്ടു. പ്രത്യേകിച്ചും ദുഷ്ടഅസുരന്മാരെ കീഴടക്കാനാണല്ലോ കൃഷ്ണൻ ആത്മീയധാമത്തിൽ നിന്ന് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹം പൊരുതാൻ തയ്യാറെടുത്ത് ഒരു കടമ്പ് വൃക്ഷത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കയറി അരമുറുക്കി കരഘോഷം മുഴക്കി ഭഗവാൻ വിഷജലത്തിലേക്ക് എടുത്തുചാടി. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കാളിയനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ കൃഷ്ണൻ തന്റെ മുടിച്ചുരുളുകളും പിന്നിൽ കൂട്ടിക്കെട്ടിയതായി ആചാര്യന്മാർ പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 7. സപ്രഹൃതാം പുരുഷസാരനിപദാവേഗാം സംക്ഷോദ്യുരകാം ഉച്ഛാവിശിത സംഭരശീ പര്യക്ലൂതോ വിഷകഷായാം ഭീഷണോഭിർധാവൻ ധനാശ്രിതാം അനന്തബലസ്യ കിം സാത്വഹൃദാ പുരുഷസാരനിപാതവേഗാം സംക്ഷോഭി ഉരകാം വിഷച്ഛസിതാംബുരാശീ പര്യക്ലൂതോ വിഷയകഷായാം ഭീഷണോർഭിർധാവൻ ധനുഷതാം അനന്തബലസ്യ കിം സപ്തഹൃദാ പുരുഷസാരാ നിപാതവേഗാം സംക്ഷോഭിതോ ഉരഗ വിഷയോ ഉച്ഛ്വസിതാരാശീ പര്യക്ലൂതോ വിഷക്ഷായാം ഭീഷണോദ്ഭിർധാവദ്ധനുഷതാം അനന്തബലസ്യ കിം രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. സർപ്പഹൃദ സർപ്പം കിടക്കുന്ന തടാകം. പുരുഷസാര പരമദിവ്യതമ പുരുഷന്റെ. നിപാതവേഗ പതനഭാരത്താൽ. സംക്ഷോഭിത വളരെ ക്ഷോഭിച്ച. ഉരക സർപ്പങ്ങളുടെ. ഉച്ഛ്വസിത വിഷം നിറഞ്ഞ ഉച്ഛ്വാസവായുവിനാൽ. അമ്പുരാശിഹി ജലസമൂഹം. പര്യക് നാലു വശത്തും. പ്ലുതഃ പൊങ്ങിപ്പരന്ന. വിഷകഷായ വിഷം കലർന്ന. വിഭീഷണ ഭയങ്കരമായ. ഊർമിഹി തിരമാലകളോട് കൂടിയത്. ഭാവൻ ഒഴുകുന്ന. ധനുശതം 100 വിൽപ്പാട് ദൂരം. അനന്തബലസ്യ അളക്കാനാവാത്ത ബലത്തോട് കൂടിയ. കിം എന്ത് തത് അത്. വിവർത്തനം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദിവ്യതമ പുരുഷൻ ആ കയത്തിലേക്ക് ചാടിയപ്പോൾ അതിലുണ്ടായിരുന്ന പാമ്പുകളൊക്കെ കഠിനമായി ക്ഷോഭിക്കുകയും ശക്തിയായി ഉച്ഛസിച്ച് വിഷം വമിച്ച് നദീജലത്തെ കൂടുതൽ ദുഷിപ്പിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചാട്ടം കാരണം കയത്തിലെ ജലം വിഷമയവും ഭീകരവുമായ തിരമാലകളായി ആഞ്ഞടിച്ച് 100 വിൽപ്പാട് ദൂരം 4 ഭാഗത്തും കരയിലേക്ക് കയറി. അപരിമേയമായ ബലത്തോട് കൂടിയവനാണ് ശ്രീ പുരുഷനായ പരമദിവ്യതമ പുരുഷനായ ഭഗവാൻ എന്നതിനാൽ ഇക്കാര്യത്തിൽ അത്ഭുതത്തിന് അവകാശമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. തസ്യ ഹൃദേ വിഹൃദോ ഭുജദണ്ഡഘൂർണം വാർഘോഷം അനികമരവാരണ വിക്രമസ്യ ആശുത്യ തത്സ്വാം സദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുഷ്വാം സമസരത അമൃഷ്യമാണ. തസ്യ ഹൃദേ വിഹൃദോ ഭുജദണ്ഡധൂർണ വാർഘോഷം അംഗവരവാരണ വിക്രമസ്യ ആശ്രുത്യ സദാഭിഭവം നിരീക്ഷ്യ ചക്ഷുഷവ സമസര തത് അമൃഷ്യമാണ. ഗീതമാജി. ഹരേ കൃഷ്ണ. തസ്യ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ഹൃദയ കയത്തിൽ വിഹരത കളിക്കുന്ന ദണ്ഡ് പോലിരിക്കുന്ന കൈകൾ. പൂർണ്ണ അടിക്കുന്ന ജലത്തിന്റെ ഘോഷം ശബ്ദത്തെ. വരവാരണ മഹാഗജം പോലെ. വിക്രമസ്യ വിക്രമമുള്ളവന്റെ. ആശ്രുത്യ കേട്ടിട്ട്. തത് സ്വസദന തന്റെ വാസസ്ഥാനത്തെ. അഭിഭവം
ആക്രമിച്ചതിനെ നിരീക്ഷ്യ കണ്ടിട്ടും ചക്ഷുസ്രവ സർപ്പം സമസരത് മുന്നോട്ട് വന്നു. അത് അമൃശ്യമാണ്, സഹിക്കാൻ വയ്യാതെ. വിവർത്തനം. ശക്തിയുള്ള കരങ്ങൾ വീശിയും വെള്ളത്തിന്റെ പലവിധ ശബ്ദങ്ങൾ ഉയർത്തിയും കൃഷ്ണൻ കാളിയ ഹൃദയത്തിൽ ഒരു ഗജരാജനെ പോലെ വിഹരിച്ചു. ഈ ശബ്ദങ്ങൾ കേട്ട കാളിയന് തന്റെ കായത്തിൽ ആരോ കയറിയെന്ന് മനസ്സിലായി. അത് സഹിക്കാനാവാതെ ആ സർപ്പം പാഞ്ഞടുത്തു. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജലത്തിൽ വെറുതെ കരങ്ങളും ഭുജങ്ങളും ഇട്ടടിച്ച് അത്ഭുതകരങ്ങളായ സംഗീത സുന്ദര നാദങ്ങൾ കൃഷ്ണ ഭഗവാൻ ഉണ്ടാക്കുകയായിരുന്നു എന്ന് ആചാര്യന്മാർ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതവതകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ. ശ്രീവാഷഭാനവി ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമാം. മാധുര്യോജന പ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബന സാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായ ദേ. ഗൗരാവിർഭവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജന പ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ श्रीजीवा गोपाल भट्टा दास रघुनाथ यचाय गोशाय गोरी चरण बंदन जहाँ मौत विघ्नानाश अभीष्टपूरम् सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महावदन्याय कृष्ण प्रेम वरदायते कृष्णाय कृष्ण चैतन्य नामने गौरकृष्ण पंचतत्त्वात्मकं कृष्णं भक्तिरूपं स्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं. हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपीकान्त राधाकान्ता नमस्तुते. जय राम सर्वबन्धो ममन्दमदे मत्सर्वस्वदाम्बोजो राधा मदन मोहन दिव्यानन्दारण्य कल्पद्रुमदां श्रीमद्रङ्गाधरसिंहासनसो श्रीमद्राधा शीलगोविन्ददेवो वैष्णवानविसेव्यमानं स्मरामि. श्रीमन्दासरसारण्यं श्रीभटतटस्थितः कर्षणवेणुस्तनय गोपीनाथश्रीयतुनां तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे.
ശ്രീശുകവാച വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിന വിഭോ തസ്യ വിശുദ്ധിമന്വിച്ചൻ സർപ്പം തമുദവാസയ. Shukadeva Goswami said, Lord Shri Krishna, Supreme Personality of Godhead, seeing that the Yamuna river had been contaminated by the black snake Kaliya, decided to purify the river, and thus Lord banished him from it. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർത്തിക മാസം കഴിഞ്ഞ് കാർത്തിക മാസത്തെ ഫാസ്റ്റ് ടൈം ആയിരുന്നു ഗോപാഷ്ടമി. ഗോപന്മാരുടെ ഗോപാഷ്ടമി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഉത്സവം ആ സമയത്താണ്. അവിടെ വൃന്ദാവനത്തിന്റെ ഭംഗിയെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കി. കൃഷ്ണഭഗവാന്മാരെ ഗോപന്മാരോടുകൂടി എല്ലാ വൃന്ദാവനത്തിലെ എല്ലാ വനങ്ങളും വിഹരിച്ചു പശുക്കളായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാദമുദ്രകൾ വൃന്ദാവനത്തെ എല്ലാ കാട്ടിലും പതിഞ്ഞു. അതാണ് മഹത്വം ഗോപാഷ്ടമി. അതിനുശേഷം ഈ മാസം കഴിഞ്ഞപ്പോൾ സമ്മറായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ സംഭവമാണ് കാളിയനെ ശിക്ഷിക്കുക എന്നുള്ളത്. ചാസ്റ്റൈസിങ് കാളിയ എന്ന് പറഞ്ഞ ഘോര കാലസർപ്പം അവിടെ യമുന നദിയുടെ ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന വിഷജ്വാലകൾ ഏറ്റിട്ട് കുളിക്കാനിറങ്ങി ഗോപന്മാരെ മോഹനപ്പെട്ട് പശുക്കളും ശരീരം വിട്ടുപോയി. പിന്നെ കൃഷ്ണൻ വന്ന് അവരെ പുനരുദ്ധരിച്ചു. അപ്പോൾ ഗോപന്മാർക്ക് മനസ്സിലായി കൃഷ്ണൻ തന്നെയാണ് തങ്ങളെ മരണത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഗോപന്മാർക്ക് മനസ്സിലായി. അപ്പോൾ കൃഷ്ണൻ ഇത് കണ്ടു, ഇത് കാളിയന്റെ പ്രവൃത്തിയാണ്. കാളിയൻ എന്ന മഹാഘോര സർപ്പം അത്യധികം കടുത്ത വിഷമുള്ള, അത്രയും അതുപോലത്തെ വിഷമുള്ള ഒരു സർപ്പമാണ് കാളിയൻ. ആ കാളിയന്റെ സർപ്പം ആ വിഷപ്പുകയിൽ നിന്നാണ് ഇവരുടെ മല്ലീസയുടെ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ വിചാരിച്ചു ഇവനെ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടെ ഓടിക്കുകയാണ്. കാളിയനെ യമുനയിൽ നിന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ പരീക്ഷ മഹാരാജ പറയണം, കഥം അന്തർജലേ ഗാധേ നഗൃഹ്ണാത് ഭവാൻ അഹിം സവൈ ബഹുയുഗവാസം യഥാസിത് വിപ്രകഥ്യതാം. King Parishit inquired, O learned sage, please explain how the Supreme Personality of Godhead chastised the serpent Kaliya within unfathomable waters of Yamuna, and how it was that Kaliya had been living there for so many ages. അങ്ങനെ ചുരുക്കി പറയാൻ ആവശ്യമില്ല. അങ്ങനെ കാളിയനെ കണ്ടു, കാളിയൻ മോശം കണ്ടു, കാളിയൻ ശിക്ഷിച്ചു, അയാളെ യമുനയിൽ നിന്ന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ടോപ്പിലേക്ക് പോകാൻ വരട്ടെ, ശുകദേവ് ഗോസ്വാമി വരട്ടെ. എങ്ങനെയാണ് ശിക്ഷിച്ചത് കാളിയനെ? ഇത് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്, എത്ര കാലമായിട്ട് കാളിയൻ അവിടെ താമസിക്കുന്നു, അതിനുള്ള കാരണം എന്താണ്? ഇതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് പോകരുത്. ഇതാണ് ഡിവോട്ടീസിന് ലക്ഷണം. ഭക്തന്മാർക്ക് എത്ര കേട്ടാലും മതിയാവില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാലും അവർ രസിക്കില്ല. പാസ്റ്റ് ടെൻസ് വർണ്ണിക്കുമ്പോൾ ആ മുഴുവൻ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അത് ഹ്രസ്വം ബ്രീഫായിട്ട് വർണ്ണിച്ചിട്ട് പോകാൻ ഭക്തന്മാർ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാന്റെ വാക്ക് എത്ര കേട്ടാലും മതിയാവില്ല. അപ്പൊ ഇതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്, എന്തപ്പോ കേൾക്കാനുള്ളത്? ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ, ചുരുക്കി പറഞ്ഞ് നമുക്ക് അടുത്തിൽ പോവാം. എന്തിനത്ര ഇതിനെ കേൾക്കണം ഭയങ്കര ആഗ്രഹം എന്താണ് എന്ന് ശുകദേവ് ഗോസ്വാമി ചോദിക്കുമ്പോ അതിന് മറുപടിയായിട്ട് പറയണം, ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമ്നാ സ്വച്ഛന്തമൂർത്തിനാം ഗോപാലോദരചരിതം കസ്യ പേദാതമാമൃതം കസ്യ ദേവാമൃതം ജുഷൻ. O Brahmana, the unlimited Supreme Personality of Godhead freely acts according to his own desires. Who could be satiated when, hearing the nectar of Magdalenian's pastimes, he performed as a cowherd boy in Vrindavana? അതാണ് കാര്യം. ഞങ്ങൾക്ക് കൃഷ്ണന്റെ ലീലകള് എത്ര കേട്ടാലും മതിയാവില്ല. പ്രത്യേകിച്ചും വൃന്ദാവനത്തിരിക്കുന്ന കൃഷ്ണന്റെ, വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ ഗോപാല ഉദാരചരിത, ഉദാര അത്രയും മഗ്നാനിമസ്, അത്രയും വിസ്തൃതമായിട്ടുള്ള ഉദാരമായിട്ടുള്ള ചരിതം, പാസ്റ്റ് ടൈംസ്
അത് എനിക്ക് എത്ര കേട്ടാൻ പറ്റും, നിങ്ങൾ മടുക്കില്ല. സ്വാദു പതിയെ പതിയെ തുടക്കം പറയുന്നുണ്ട്. എത്ര കേട്ടാലും മതിയാവില്ലെന്ന് നൈമിഷാരണ്യത്തിൻ്റെ മഹർഷിമാര് സുധഗോസ്വാമിയോട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എത്ര കേട്ടാലും മതിയാവില്ല, കേട്ടുകൊണ്ടേയിരിക്കണം. 1000 വർഷം എന്ന് പറയാൻ തയ്യാറാണ് ഞങ്ങൾ. 1000 വർഷം ഞങ്ങൾ കേൾക്കാം. കാരണം ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ ബാക്കി വർണ്ണനകളും എത്ര കേട്ടാലും ഒതുങ്ങില്ല. അത് നമുക്കറിയാം. അനന്തൻ ഇത്രയും തലകളും നാവുകളുള്ള അനന്തൻ യുഗങ്ങളായിട്ട് ഭഗവാന്റെ മഹിമകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കഴിയുന്നില്ല. ബ്രഹ്മസ്തുതി നമ്മൾ പഠിച്ചു. ലോകത്തില് ഈ ഭൂമിയിൽ എത്ര അണുക്കളുണ്ട്, എത്ര ആറ്റംസ് ഉണ്ട്, അത് വേണേ എണ്ണിത്തിട്ടപ്പെടുത്താം. ഈ പർവ്വതങ്ങളിൽ മഞ്ഞ് കഷ്ണങ്ങൾ എത്രയുണ്ട്, അതും വേണേ എണ്ണിപ്പെടുത്താം. സൂര്യരശ്മികളുടെ എത്ര രശ്മികളുണ്ട്, എത്ര പൊടികളുണ്ട്, അതും നമുക്ക് വേണേൽ എണ്ണിപ്പെടുത്താം. ഒരുപക്ഷെ സയൻസിന് സാധിക്കുമായിരിക്കാം. ഒരു വലിയ ഋഷി, പേര് പറയുന്നത് അദ്ദേഹം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയ്ക്കാണെങ്കിൽ ശരി, ഭഗവാന്റെ മഹിമകൾ ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും ഉദാരമാണ്, അത്രയും അതാണ് ഭഗവാന്റെ ലീലകൾ. പ്രത്യേകിച്ചും അദ്ദേഹം ഗോപനായിട്ട് വൃന്ദാവനത്തിലിരിക്കുന്ന കാലത്ത് അതാണ് ഏറ്റവും സുമധുരം. മധുരയിലിരിക്കുന്ന ഭഗവാന്റെ ലീലകള് മധുര എന്ന് പറയും. ദ്വാരകളിൽ മധുരതര, വൃന്ദാവനത്തിൽ മധുരതമ. ഏറ്റവും മധുരമായിട്ടുള്ള സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പാസ് ടൈംസ് വൃന്ദാവനത്തിലിരിക്കുന്ന ഭഗവാന്റെ ലീലകളാണ്. ഇതിന് വേറെ അർത്ഥം കൂടി വിശ്വനാഥ ചക്രവർത്തി കൊടുക്കുന്നുണ്ട്. ഗോ എന്നുള്ളത് സെൻസസ് ഓഫ് ഡ്യൂ. ഗോ എന്നുള്ള അർത്ഥം പറയാം, ഒരു ഇന്ദ്രിയങ്ങൾ പറയും. നമ്മൾ ഗോസ്വാമി എന്ന് പറയാറില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഗോസ്വാമി. ഇന്ദ്രിയങ്ങൾക്ക് അടിമയായവനെ ഗോദാസ എന്ന് പറയും. അപ്പോൾ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇത് ഇന്ദ്രിയങ്ങൾ, ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഗോ പാലിക്കാൻ, പാല എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവൻ അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നവൻ. ഉദാര മീൻസ് ഗിവിംഗ് ഹാപ്പിനെസ്. അപ്പോ pastimes of Gopal Krishna bring joy and nourish the senses of devotees. ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങള് പ്രചോദിപ്പിക്കുന്നു, അവർക്ക് സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ആ അർത്ഥമുണ്ട് ഗോപാല ഉദാരചരിത എന്ന അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ ആർക്കാണ് മതിയാവുക, ആർക്കാണ് തൃപ്തി വരിക? മതിയെന്ന് ആരും ഒരിക്കലും പറയില്ല. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഇതാണ് പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ് വിസ്തരിച്ച് തന്നെ പറയണം. ഇങ്ങനെ ഓടിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല, വിസ്തരിച്ച്. പ്രത്യേകിച്ചും ഇത് ഞങ്ങൾക്കറിയാൻ പ്രത്യേക ആഗ്രഹമുണ്ട്, അങ്ങ് മുഴുവനും ഞങ്ങൾ പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുക. അപ്പോൾ കേട്ടപ്പോൾ ശിവദേവ സ്വാമി വളരെ സന്തോഷമായി. ഇങ്ങനത്തെ തന്നെ പ്രതീക്ഷിക്കണം. എങ്ങനെയുണ്ട് പരിശുദ്ധ മഹാരാജ, എന്താണ് റിയാക്ഷൻ നോക്കിയുണ്ട്. അപ്പോൾ അത് വിചാരിച്ചവനെ കേൾക്കാൻ വീണ്ടും വീണ്ടും താല്പര്യം. അപ്പോൾ പറയാത്രയും താല്പര്യമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ബ്രീഫായിട്ട് പറയും, ഏതെങ്കിലും ഡിവോഴ്സ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തന്നെ ചെയ്യുന്ന ബാക്കി എല്ലാം അങ്ങനത്തെ ഓടിച്ചറിയാൻ കഴിയും. പക്ഷെ ഇവിടെ പരിശുദ്ധ മഹാരാജവന് അങ്ങനെ പോരാ. ബ്രഹ്മൻ എനിക്കത് മുഴുവൻ കേൾക്കണം. അപ്പൊ ശുഭദേവ് ഗോസ്വാമി വിസ്തരിച്ച് പറയേണ്ടത്, കാളിന്ത്യാം കാളിദാസിൻ ഹൃദാ കശ്ചിത് വിഷാഗ്നിന ശപ്യമാണായ കസ്മിൻ പദന്തി ഉപരിഗാ കഥാ. Shri Shukadeva Goswami said, within the river of Kalindi, there was a lake inhabited by serpent Kaliya, whose fiery poison constantly heated and boiled its waters. Indeed, the vapors thus created were so poisonous that birds flying over the contaminated lake would fall down into it. രൂക്ഷമായിട്ടുള്ള വിഷമാണ് കാളിയൻ്റെ. കാളിയൻ ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? യമുനാ നദിയിൽ. യമുനാ നദിയിലെ മുഴുവല്ല, യമുനാ നദിയിലെ ഒരു ഭാഗം, അതിൻ്റെ കയം എന്ന് പറയും. കയം അല്ലെങ്കിൽ നമുക്കറിയാം, റിവറിൻ്റെ ഉള്ളിലെ ചിലപ്പോൾ കയങ്ങൾ കാണും. കയങ്ങൾ വെച്ചാൽ ഒരു ഭാഗം
കുറച്ച് പ്രത്യേകതകൾ അല്ലെങ്കിൽ ആഴം കൂടിയതോ അങ്ങനെ ഒഴുക്ക് കൂടിയോ ആ ഭാഗം നമ്മൾ കയം എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്ത് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു പോകും. അങ്ങനെ ഒരു കയത്തില് ആണ് കാളിയൻ താമസിക്കുന്നത്. ആ കാളിയൻ എപ്പോൾ നോക്കിയാലും വിഷം ശ്വസിക്കുന്നു, ഇതൊക്കെ വിഷം തന്നെയാണ്. ആ വിഷം കൊണ്ട് അത്രയും ചൂട്, വെള്ളം അങ്ങനെ ചുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബോയിലിംഗ് ഹോട്ട്. ആ വെള്ളത്തിന് ചൂട് കൂടി 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 അതിന് നീരാവി, അതും പോയ്സൺ തന്നെയാണ്. ആ നീരാവിയും ആവിയും വിഷം തന്നെയാണ്. ആ ആവി മുകളിലേക്ക് ഉയരാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ പുഴയുടെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ആ കയത്തിന്റെ പ്രത്യേക ഭാഗത്ത് കയത്തിന്റെ മുകളിൽ കൂടെ ഏതെങ്കിലും പറവകള് പറക്കുകയാണെങ്കിൽ ഇത് ശ്വാസം കിട്ടിയിട്ട് ശ്വാസം വലിക്കാതെ താഴോട്ട് മരിച്ചു വീഴുകയാണ്. അപ്പൊ എത്ര തീക്ഷ്ണമുള്ള വൃക്ഷമായിരിക്കും കളിന്റെ. വേപ്പർ വായു എന്താണ്? ആവി. അതെ, ആവി, വെള്ളത്തിൽ വരുന്ന ആവി, വെള്ളം തിളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആവി, ഈ ആവി പൊന്തി ആ ഭാഗത്ത് വന്ന് പാവം ചിറകളെ പറവകളെ അത് ശ്വസിച്ചപ്പോൾ താഴോട്ട് ചത്തു വീഴണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു ഭാഗത്തേ ഉള്ളൂ ഈ കയം എന്നുള്ള ഒരു ഭാഗത്താണ് യമന മുഴുവല്ല. യമന മുഴുവാണെങ്കിൽ ആ ഭാഗം മുഴുവൻ തന്നെ എല്ലാ എഫക്റ്റും വൃന്ദാവനും മധുരമൊക്കെയും ബാധിച്ചേനെ. അപ്പൊ ഒരു ഭാഗത്ത് മാത്രമേ ഈ കളിയൻ താമസിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക സിറ്റി ആയിട്ട് അദ്ദേഹം എടുത്തേക്കാണ്. അടുത്ത ശ്ലോകത്തിൽ അതിന്റെ വർണ്ണനയുണ്ട്. വിപ്രസ്മത വിഷാദോർമി മാരുതേന അഭിമർഷിതാഃ വിയന്തേ തീരണായസ്യ പ്രാണിനാ സ്ഥിരജംഗമാ. The wind blowing over the deadly lake carried droplets of water into shore. Simply by coming to contact with the poisonous breeze, all vegetation and creatures on the shore died. ഈ മുകളിൽ പോകുന്ന പറവകൾക്ക് മാത്രമാണ് പ്രശ്നം അല്ല, എല്ലാവർക്കും. എന്ന് വെച്ചാൽ ആ തീരത്തിലേക്ക് വരിക, ആ തീരത്തിലേക്ക് ആ വിഷക്കലർന്ന ആ ഡ്രോപ്ലെറ്റ്സ് വെള്ളത്തുള്ളികളും ആ തീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തീരത്തിലുണ്ടായിരുന്ന എല്ലാ ചെടിയും പലതരത്തിലുള്ള എല്ലാ ചെടികളും ജീവികളും അത് തൊട്ടപ്പോൾ തന്നെ അത് കത്തിച്ചാമ്പല കരിഞ്ഞു പോവാണ്. മരങ്ങളെല്ലാം കരിഞ്ഞുപോയി, ജീവജാലങ്ങളെല്ലാം എന്താണ് അത്രയധികം അവർക്ക് താങ്ങാൻ വയ്യാണ്ട് അതും മരിച്ചു പോവാണ്. അപ്പോൾ സ്ഥിരജംഗമാണ്. നമ്മൾ സ്ഥാവരമാക്കി കിട്ടുന്ന സ്ഥാവരയുടെ വേറെ തന്നെ സ്ഥിര മൂവി, അത് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്ഥലത്ത് നിൽക്കുക. ജംഗമാച്ച് മൂവിങ്, സ്ഥിരജംഗമാച്ച് കഴിഞ്ഞാൽ മൂവിങ് ആൻഡ് അൺമൂവിങ് ആൻഡ് മൂവിങ്. അപ്പോൾ അൺമൂവിങ് ആയിട്ടുള്ള നമുക്കറിയാം മരങ്ങളാണ്. മൂവിങ് എന്ന് പറഞ്ഞാൽ ആ തീരത്തിൽ വസിച്ചിരുന്ന പലതരം മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ആമ, പിന്നെ ക്രോക്കഡോയിൽ, മുതല എന്നീ പറയുന്ന സാധാരണ ബാങ്ക്സിൽ ജീവിക്കുന്നു. കരയിലാണ്, അതേ സമയത്ത് പുഴയിലാണ്. രണ്ടിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പൂർവ്വം ആമ, പിന്നെ മുതല, ചിങ്കണ്ണി, മത്സ്യജാലങ്ങൾ, ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ആൾക്കാർ. അത് മുഴുവൻ അതെല്ലാം ചത്തുവീഴാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രീധരസ്വാമി ഹരിവംശ എന്ന പുസ്തകത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അത് വിസ്തരിക്കുന്നുണ്ട്. ദീർഘം യോജന വിസ്താരം ദുസ്താരം ദശൈ അഭി ഗംഭീരം അക്ഷോഭിജരം നിഷ്കപം ഇവാസാധകം ദുഃഖോ പരസർസ്ഥീരേഷു സുസർപ്പേ വിപുലൈർബിലൈ വിശാരണി ഭവസ്യാഗ്നേ ധൂമ്നേനാം പരിവേഗിതം കൃഷ്ണേ അഭി പദേഷ്വപ്സു ജ്വലന്തം ഇവ തേജസാ സമന്താ യോജനാം സാഗ്രം തീരേഷു അഭി ദുരാസദം. അതിൻ്റെ വിസ്തീർണം പറഞ്ഞ 8 യോജന. ഒരു യോജന 8 മൈൽ. 8 മൈലാണ് ഒരു യോജന എന്ന് പറയുമ്പോൾ. അത് ചില ഭാഗത്ത് കുറച്ച് കൂടുതലിരിക്കും, ചില ഭാഗത്ത് വിസ്താരം ഉണ്ടാവും.
അത് ആർക്കും അത് നീതി കിടക്കാൻ പറ്റില്ല. ഇപ്പം വലിയ വലിയ ദേവന്മാർക്ക്, വളരെ പവർഫുൾ ആയിട്ടുള്ള ദേവന്മാർക്ക് പോലും അത് നീന്തെടുക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് വിഷം മാത്രമല്ല, വളരെ ആഴമുള്ളതാണ്, അങ്ങേയറ്റ ആഴമുള്ള ഇതാണത്. യോജനകൾ കണക്ക് ആഴമുള്ള സ്ഥലങ്ങൾ അതെല്ലാം. സാധാരണ സമുദ്രത്തിലാണ് അത്ര ആഴം കാണുക. പക്ഷേ യമുനയുടെ ഈ ഭാഗത്ത് കാളി താമസിക്കുന്ന ഈ കയത്തില് ആഴം വളരെയധികം അധികമായിരുന്നു. അതുകൊണ്ട് കയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല അധികമുള്ള സ്ഥലം, ആഴം അധികമുള്ള സ്ഥലമാണ് കയം. അപ്പോൾ പുഴയിൽ പോകുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധിച്ചേ പോകുള്ളൂ. കയം കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോവും. പിന്നെ അതിലേക്ക് ഈ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ഭാഗത്തുള്ള തീരങ്ങളെല്ലാം നിറയെ പൊത്തുകളുണ്ട്. ഈ പൊത്തുകളെല്ലാം സർപ്പങ്ങളാണ്. കാളിയൻ്റെ കുറേ ഫ്രണ്ട്സാണ്, അതിൻ്റെ സഹചാരികൾ വെള്ളത്തിനടിയിലുണ്ട്, തീരത്തിലുണ്ട്, എല്ലാ ദിക്കിലും സർപ്പമാണ്. അവിടെ നമ്മൾ സയൻസ് അത് പറയുന്നുണ്ട് ഐലൻഡ് ഓഫ് സ്നേക്സ്. നമ്മുടെ ഭൂമിയിലുണ്ട് ഐലൻഡ് ഓഫ് സ്നേക്സ്. ഓസ്ട്രേലിയയുടെയും ഇംഗ്ലീഷ് ആ ഭാഗത്തേക്ക് പോകുന്നത്. ആ ഐലൻഡ് മുഴുവൻ പാമ്പുകളാണ്, സർപ്പങ്ങളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ വലിയ വലിയ ഹൈലാൻഡ് പോലെ ബൂട്ട്സ് കെട്ടിട്ട് അങ്ങനെ നീ വരെ മുട്ടുന്നുള്ള അങ്ങനെ അതിട്ടാൽ പോലും ബുദ്ധിമുട്ടാണ്. കാരണം എവിടെയും തൂങ്ങി കിടക്കുന്നുണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ തീരെ സേഫ് അല്ല. അത് കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ അൺഇൻഹാബിറ്റബിൾ ആണ്, മനുഷ്യർക്ക് കിടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതേപോലെ സ്ഥലം തന്നെയാണ് ഈ യമുന നദിയിലെ കാളിയൻ താമസിക്കുന്ന കയത്തിൻ്റെ തീരങ്ങളെല്ലാം സർപ്പനിവിധാനം, അവർക്ക് കയറാൻ പറ്റില്ല. അത് മാത്രമല്ല ചുറ്റും ഒരു പുക പോലെ, മഞ്ഞ് പോലത്തെ പുകയാണ്. അതും ആ വിഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഈ ഇതുകൊണ്ട് അത് ഒരു ഇല പോലും അവിടെ വളരാൻ പറ്റിയില്ല. അതിന് ആട്ടുമയില് വളരെ മോശമായ അന്തരീക്ഷമാണ്, വിഷം മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് ജലസ്തംഭ. സനാതന ഗോസ്വാമി പറയുന്നത് ജലസ്തംഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം സിമെന്റ്, ഇരുമ്പ്, മണല്, കട്ടകള്, ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്കൊരു വീടുണ്ടാക്കാൻ പറ്റില്ല. അത് സോളിഡ് സബ്സ്റ്റൻസ്. പക്ഷെ ഇവിടെ കാളിയൻ അപ്പോൾ അതീവ വിദഗ്ധനാണ് ഈ കാര്യത്തിൽ. ആർക്കിടെക്ചർ ഭയങ്കര മിടുക്കനാണ്. അയാള് ജലത്തിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്തിട്ട് ജലത്തിന് അടിയില് വലിയൊരു നഗരം ഉണ്ടാക്കിയതാണ്. അപ്പൊ അയാൾക്കും അയാളുടെ ഭാര്യമാർക്കും അയാളുടെ ആൾക്കാർക്കും സ്വർഗത്തിലെ സകല ആൾക്കാർക്കും യാതൊരു അല്ലലില്ലാണ്ട് സുഖമായിട്ട് താമസിക്കാനുള്ള വലിയൊരു നഗരം അദ്ദേഹം കെട്ടിച്ചമച്ചു. കൃഷ്ണൻ അത് മനസ്സിലാക്കുകയാണ്. കൃഷ്ണൻ നോക്കാണ്. താം ചന്ദവേഗ വിഷം വീര്യം അവേക്ഷേന ദുഷ്ടാം നദീം ച കല സംയമനാവതാരാം കൃഷ്ണാകദംബം അതിരൂഹ്യതോ അതിതുംഗം ആസ്ഫോട്യ ഗാഢരശനോ ന്യപതത് വിശോദേ. Lord Krishna saw how Kaliya serpent had polluted the Yamuna river with this terribly powerful poison. Since Krishna had descended from the spiritual world specifically to subdue envious demons, the Lord immediately climbed the top of a very high Kadamba tree and prepared himself for a battle. He tied his belt, slapped his arms, and then jumped into the poisonous water. അപ്പൊ കൃഷ്ണൻ മനസ്സിലായി, ഇനിയിപ്പോ ഇവനെ വിട്ടു വെക്കാൻ പറ്റില്ല, ഇതിനൊരു നട്ടപട്ടി എടുക്കണം. അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണൻ എന്ത് ചെയ്തു? തീരത്തിലുള്ള ഒരു കടമ്പ വൃക്ഷം അതിന്റെ മുകളിൽ കയറിയിട്ട്, അപ്പൊ നമുക്ക് ചോദിക്കാം, അവിടെ തീരത്തിൽ ഒന്നുമില്ലല്ലോ, സകലം കത്തി എരിഞ്ഞു പോയതല്ലേ, എങ്ങനെ ഈ കദംബ വൃക്ഷം മാത്രം ബാക്കി എന്നേ? അപ്പൊ അതില് വിശ്വചക്രവർത്തി പറയുന്നുണ്ട്, അവിടെ പണ്ട് ഈ വൃക്ഷത്തില്, ഈ കദംബ വൃക്ഷത്തില് പണ്ട് ഗരുഡൻ അമൃതം കഴിച്ച സ്ഥലമാണ്. അമൃതം
തട്ടിപ്പിടിച്ച് കൊണ്ടിരുന്നിട്ട് വരുമ്പോൾ അവിടെ കുറച്ച് അമൃതം അവിടെ കഴിക്കുന്നുണ്ട്. ആ അമൃതം ആ മരത്തിന്റെ മുകളിൽ വീണു. അതുകൊണ്ട് മരം എത്ര ശക്തി ഉണ്ടെങ്കിൽ, എത്ര ശക്തിയുള്ള പായസം ഉണ്ടെങ്കിൽ ശരി, അതിനെ ബാധിക്കില്ല, അത് എരിഞ്ഞു പോയില്ല. പക്ഷെ അതിന് ദുസ്സഹമാണ് ആ ജീവിതം. എന്നാൽ പക്ഷെ അവരെന്താണ്, ഒരു നാൾ കൃഷ്ണനോട് വരും, കൃഷ്ണന്റെ കാൽപാദങ്ങൾ എൻ്റെ മേൽ പതിയും. ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട്, ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഈ കദംബവനം. ഭക്തരെ ഒരിക്കലും നിരാശപ്പെടുത്താണ് കൃഷ്ണൻ. മരം പോലും കൃഷ്ണന്റെ ഭക്തന്മാരാണ്. അപ്പോൾ ആ ഭക്തനെ ഒരിക്കലും കൃഷ്ണൻ നിരാശപ്പെടുത്തില്ല. അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ച് എന്ത് ചെയ്തു, അതിന്റെ മുകളിൽ കയറി. അപ്പൊ നമുക്ക് വൃന്ദാവന പരിക്രമ പോകുമ്പോൾ ആ ഭാഗം കാണാൻ പറ്റും. ആ കടമ്പ വൃക്ഷം ഇപ്പോഴും അവിടെ ഉണ്ട്. കൃഷ്ണൻ ആ കടമ്പ വൃക്ഷം എടുത്ത് ചാടിയ കടമ്പ വൃക്ഷം അവിടെ ഇപ്പോഴും ഉണ്ടാകും. അപ്പൊ അതിന്റെ മുകളിലാണ് കൃഷ്ണൻ കയറിയത്. കൃഷ്ണൻ കയറിയപ്പോ ഗോപന്മാരൊക്കെ സന്തോഷിപ്പിക്കും. അവിടെ കയ്യൊക്കെ തട്ടി, ഇപ്പൊ നമ്മള് ഗുസ്തിക്ക് പോകുമ്പോ ഉള്ള ആക്ഷൻ ഉണ്ടാവുക, മസിലെല്ലാം അങ്ങനെ തട്ടിയിട്ട് ഹം സർവസ്യ പ്രഭാവം കൃഷ്ണൻ പറഞ്ഞു. എല്ലാം കൃഷ്ണൻ എന്നാ വന്നത്. അപ്പൊ ഗുസ്തിക്കാരെങ്കിലും കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അത് കൃഷ്ണനെ ഇമിറ്റേറ്റ് ചെയ്യണേണ്, അല്ലാതെ അവരുടെ സ്വന്തമായിട്ട് കാര്യങ്ങളില്ല. അപ്പൊ കൃഷ്ണൻ മസിലെല്ലാം പിടിച്ചു, മസിലെല്ലാം തട്ടി, കയ്യും കാലെല്ലാം ഇങ്ങനെ ദേഹത്തെല്ലാം തട്ടിയിട്ട് ഉറക്കടിച്ച്, എന്നിട്ട് കച്ച ബെൽറ്റ് അങ്ങനെ കെട്ടി, മുടിയും കെട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുടിയും കെട്ടി ഒറ്റ ചാട്ടം ആ കാദംബ മരന്ന് നേരെ കയത്തിൽ കെട്ടി ചാടുകയാണ്. ഭഗവാൻ മാത്രമേ കഴിയും. എത്രയുള്ള ആരെങ്കിലും ധൈര്യപ്പെടുക എന്ന് ചാടാൻ. പക്ഷെ കൃഷ്ണൻ ചാടി. സർപ്പഹത പുരുഷസാരിനിപാതവേഗ സംക്ഷോഭിത ഉരഗാം ഉച്ഛാസിതാംബുദി രാശി പര്യപൂതോ വിഷകഷായ ഭീഷണോദ്ഭീർ ധാവൻ ധനുസദാം ദശദാം അനന്തബലസ്യ കിം സ. When the Supreme Personality of Godhead landed into the serpent's lake, the snakes there became extremely agitated and began breathing heavily, further polluting it with volumes of poison. The force of Lord's entrance into the lake caused it to overflow on all sides, and poisonous, fearsome waves flooded the surrounding lands up to a distance of 100 bow lengths. This is not at all amazing, however, for the Supreme Lord possesses infinite strength. കൃഷ്ണൻ ഇത് ചാടിയപ്പോ ആ കുലുക്കത്തില് സർപ്പങ്ങൾ വരണ്ടുപോയി, പേടിച്ചു പോയത്. അപ്പോ ആ പേടി കൊണ്ട് ശ്വാസം ഭയങ്കര ഹെവി സ്പീഡ്. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ശ്വാസം വളരെ കനണ്ടാവും. പേടിച്ച് ആ ശ്വാസം കൂടുമ്പോ കൂടുതൽ പോയ്സൺ, കൂടുതൽ വിഷങ്ങളായാലും ആ സർപ്പങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ആ വെള്ളത്തിൽ കലങ്ങി. ഈ വെള്ളം കലങ്ങി അവിടെ ഇരിക്കല്ലേ. കൃഷ്ണൻ ചാടിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു? രണ്ടു തരം കാര്യങ്ങൾ നടന്നു. ആ ചാട്ടത്തിന്റെ ഫോഴ്സില് വലിയൊരു തിര പോലെ മുകളിലേക്ക് കയറി, വെള്ളം മുകളിലേക്ക് പൊങ്ങി. ആദ്യം അവിടെ പറയുന്നത് 400 അടി മുകളിലേക്ക് പോയി. പിന്നെ എന്ത് പറ്റി? ആ വെള്ളം താഴോട്ട് ശക്തിയോടെ പുറത്തേക്ക് ചാടി വീണപ്പോ അത് തെറിച്ച് ആ തീരത്തിന് അപ്പുറത്തേക്ക് 100 വില്ലിന്റെ നീളം. ഒരു വില്ല് ഏതാണെന്ന് നമുക്കറിയാം. ഒരാളുടെ പൊക്കൊക്കെ ഉണ്ടാവും, ഒരു 6 അടി 7 അടിക്ക് ഉണ്ടാവും. അപ്പോൾ 700 അടി 800 അടി നാനാഭാഗത്തും വെള്ളം പരന്നു. അപ്പൊ എത്രത്തോളം ശക്തി ഉണ്ടോ ആ ചാട്ടത്തിന്. ഡൈവിങ്, കൃഷ്ണനാണ് ഡൈവിങ് ആദ്യം കാണിച്ചു കൊടുത്തത്. ഇപ്പോ ഒളിമ്പിക്സിലും ബാക്കി ഇതിലെല്ലാം ഡൈവിങ് വലിയൊരു ഇനാണ്. ഭയങ്കര ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന ഇനാണത്. അപ്പൊ ഈ ഡൈവിങ്ങും പഠിപ്പിച്ചു കൊടുത്തത് കൃഷ്ണനാണ്. കൃഷ്ണൻ ചാടിയപ്പോൾ എന്ത് പറ്റി? കൃഷ്ണൻ ചാടിയപ്പോ ആ വെള്ളത്തിൽ കൃഷ്ണൻ ചാടി വീണപ്പോ ആ വെള്ളം 400 അടി മുകളിലേക്ക് പോയി, തിര പോലെ. എന്നിട്ട് അത് പതിക്കുമ്പോ ആ തീരം മുഴുവൻ ഓഫ് ചെയ്ത് 800 അടി ചുറ്റും പരന്നു വെള്ളം. സാധാരണ വെള്ളമാണോ? ഒന്നാമത് വിഷങ്ങളെന്നാ ഇപ്പൊ കൂടുതൽ വിഷം. കാരണം സർപ്പങ്ങളെല്ലാം പേടിച്ച് അതിന്റെ ശ്വാസഗതിയും ഭയങ്കര കനപ്പെട്ടപ്പോ കൂടുതൽ വിഷം അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ ചുരുക്കി പറയാൻ സകല എന്തെങ്കിലും വിഷത്തിന്റെ ജലം നാനാഭാഗത്തും പരന്നു.
അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് കാളിയൻ മനസ്സിലാക്കി. തസ്യ ഹൃദ്ദേവി ഹൃദോ ഭുജദണ്ഡകൂർണാം വാർഘോഷം അംഗവര വാരണവ വിക്രമസ്യ ആശുത്യ സ്വസദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുഷവാം സമസരത്ത് അമൃഷ്യമാണ. Krishna began sporting in Kaliya's lake like a lordly elephant, swelling his mighty arms and making the water resound in various ways. When Kaliya heard these sounds, he understood that someone was trespassing in his lake. The serpent could not tolerate this and immediately came forward. ചാടിയ ശേഷം പിന്നെ എന്ത് ചെയ്തു? ചുമ്മാ കടന്നയിലെ അല്ല, ശക്തമായി നീന്തി തുടങ്ങി. ഞാൻ നീന്തുന്ന അദ്ദേഹത്തിന്റെ കൈകൾ ഭയങ്കര ശക്തിയുള്ള അറിയാം, ഉപകാര കൈകൾ ഇങ്ങനെ അടിച്ച് വെള്ളത്തിന് അടിച്ച് നീന്തുകയാണ്. അപ്പോ രണ്ടു തരം ശബ്ദങ്ങൾ ആദ്യം നിന്ന് വന്നു. ആദ്യം ചെറുതായിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പലതരത്തിലുള്ള ശബ്ദങ്ങൾ, മ്യൂസിക്കൽ സൗണ്ട്സ്. നമ്മൾ ജലതരംഗിണി അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, വാദ്യോപേഷം, അങ്ങനെ തട്ടി 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 കഴിഞ്ഞാൽ വെള്ളങ്ങൾ നിറച്ച ജാറിങ്ങനെ തട്ടും. അപ്പൊ അത് നിറയെ പലതരം ശബ്ദം വരുന്നു. അതൊരു വാദ്യ സംഗീത ഉപകരണമാണ്. അതിന് വൈദ്യം നേടിയ അർത്ഥം ടി വിയിലും പലപ്പം കണ്ടാത് ഇത് ഇങ്ങനെ ഈ ഉപകരണം ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണനെ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോ പലതരത്തിലുള്ള സംഗീത സ്വരങ്ങൾ പുറത്തേക്ക് വന്നു. പിന്നെ ശക്തിയായിട്ട് അടിക്കുമ്പോ ഇടിവെട്ടുന്ന ശബ്ദം. അപ്പൊ ഇടിവെട്ടുന്ന ശബ്ദം കേട്ടപ്പോ കാളിയനാകെ അമ്പരന്നു. ഇത് മനസ്സിലായി, ഇതാരോ എൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്. സാധാരണ ആളല്ല കയറിക്കണേ. ഇതുവരെ ആരും ധൈര്യം, ഇത് ഇത്രയും യുഗങ്ങളായിട്ട് കാളിയൻ അവിടെ താമസിക്കുമ്പോ ഒരു ഇല പോലും അവിടേക്ക് കയറി വന്നിട്ടില്ല. അത്രയും ഭയമാണ് ആഴിക്ക് വരാൻ. ആ കയം, യമുന ഭാഗത്ത് ആ കയ, ആ പ്രത്യേക കയത്തിൽ കാളിയൻ താമസിക്കാൻ നടത്തിയ ഒരാളും പോവില്ല, അവിടെ പോകാൻ പറ്റില്ല അവർക്ക്. അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും കരിഞ്ഞു പോകും. പിന്നെ എങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റും? അപ്പൊ എങ്ങനെ ഒരാൾ സാധാരണ ഒരാൾ കയറി മാത്രമല്ല ഇത്രയും ബഹളത്തോടു കൂടിയിട്ട് വോൾക്കാനോ ഇറപ്ഷൻ ചെയ്യുന്ന പോലെ ഇടിവെട്ടുന്ന ശബ്ദത്തോടു കൂടിയിട്ട് തൻ്റെ വെള്ളത്തിലേക്ക് തൻ്റെ വിഷം കലർന്ന് ആരാലും കടം പറ്റാത്ത, ദേവന്മാർക്ക് പോലും അതിക്രമിച്ച് കയറാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിലേക്ക് ആരാണ് കയറിയത്? ഇത് സഹിക്കാൻ കഴിയില്ല കളിയന്. തൻ്റെ സാമ്രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കാനായിട്ട് ഒരാൾ കയറിക്കുകയും ഉടനെ ആ കാളിയൻ അവിടെ ദേഷ്യത്തോടു വേണ്ടി മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ താമസിക്കുന്ന വീടോ എന്താ വെച്ചാൽ അതിൻ്റെ നിന്ന് പുറത്ത് വന്നിട്ട് ആ കാളിയൻ പുറത്തു വരികയാണ്. ഇനി കാളിയൻ അവിടെ നടന്ന യുദ്ധം അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കും. അപ്പോൾ ഇത് കേൾക്കാനാണ് പരീക്ഷന്മാരാകുന്ന സന്തോഷം. നമുക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. वैष्णव्य नमो जय श्री कृष्ण हरे हरे.